പേടിച്ചഴിനെ പോലെ ഓടണേ? ഡാ, നീ എവിടേക്കാണ് ഈ ധൃതിയിൽ ഓടിക്കയറി പോണേ? ചേട്ടനോ? ചേട്ടൻ ഇതുവരെയ്ക്ക് ഉറങ്ങിയില്ലായിരുന്നോ? നീ കാര്യം മാറ്റണ്ട, നീ കാര്യം പറ. നീ എവിടേക്ക് ഈ ഓടിക്കയറി പോണേ? റൂമിലേക്ക്. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ചെന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഇത്രയും നേരം പുറത്ത് ആ കെവിൻ്റെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോൾ എനിക്ക് ഈ ഉറക്കം വന്നില്ലേ? അത് പിന്നെ ഞാൻ... ഡാ റയാൻ, നീ ഇപ്പോഴാണോ വീട്ടിൽ വരുന്നത്? സോറി ഡാ, ഞാൻ സമയം ശ്രദ്ധിച്ചില്ല. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരെ തെണ്ടിത്തിരിഞ്ഞ് നടന്നോണ്ടല്ലേ? ഇപ്പം നീ ഒരു കാര്യം ഓർത്തു, നീ ഇപ്പോൾ ഒറ്റയ്ക്കുള്ള അവൾ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ കയറിപ്പോ. സോറി ഡാഡ്, ഞാനിനി ഇത് ആവർത്തിക്കില്ല. ആവർത്തിക്കാതിരുന്നാൽ നിനക്കുകൊള്ളാം. നീ കയറിപ്പോ, അവൾ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമായിരിക്കും. റയാൻ, നീ ചെന്ന് കിടന്നുറങ്ങുക. ഓക്കെ ഡാഡ്. Waiting for me, Foxy? Like always. So? Can we make love? No. What? എന്തുവാടി, നീ അല്ലേ വേഗം മാം പറഞ്ഞ് വിളിച്ചു വരുത്തി? അയിന് പ്ലീസ് ഫോക്സി, ഐ ആം സോ സോറി. പ്ലീസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തോണ്ടാ. റിയലി? സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്തു? ഓ, ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് പാടി. ദേഹത്ത് തൊടരുത്. നോ. ഓ കമോൺ പ്ലീസ്, ഒറ്റ തവണത്തേക്ക് ക്ഷമിക്കടി പ്ലീസ്. സത്യമായിട്ട് வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனசு தேடி அலைகின்றது. வெள்ளை மழை இங்கு பொழிகின்றது. பெண்ணாத ஊரிலே அடி ஆம்பதில்லை,
വിയോല, ഐ ലവ് യു സോ മച്ച്. ഇന്ന് നീ ഞാൻ ഇതിൽ നിന്ന് നമ്മളെന്ന ആൻഡ് ലവ് യു മോർ. നീ എന്ന മഹാസമുദ്രത്തെ എനിക്ക് തൊട്ടറിയണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. കീനാൻ. Are you alright? Is it painful? A bit. Do you want me to stop? No. Please, please don't. It's alright. It's gonna fade away soon. Hey, are you alright? Yeah, I'm alright. വേദനയുണ്ടോ? ഇല്ല. നല്ല ക്ഷീണമുണ്ടല്ലേ? ഉറങ്ങിക്കോ. നാളെ കോളേജിൽ പോണ്ട. താനും നാളെ ലീവ് എടുക്കാവോ? എൻ്റെ കൂടെ നിൽക്കാവോ പ്ലീസ്? I will always. നീ സുഖമായിട്ട് ഇറങ്ങിക്കോ. ഞാനിവിടെ തന്നെയുണ്ട്. എങ്ങും പോണില്ല. நனைகின்றது பாதையில் தேடி அலைகின்றது ടീന, നീ ഇതെന്തായി കാണിച്ചു കൂട്ടുന്നേ? എന്ത് പറ്റി ടീന? നീ എന്താ ഇങ്ങനെ കാണിക്കുന്നേ? ഡാഡ്, അവനല്ലാണ്. അവൻ വേറെ കല്യാണം കഴിച്ചു. വാട്ട്? ഇറ്റ് ക്യാൻ ബി. യെസ് ഡാഡ്, ഹി മാരീഡ്. അച്ഛൻ അറിയുന്നുള്ളതല്ലേ എത്രത്തോളം ഞാൻ അവനെ ആഗ്രഹിച്ചു എന്ന്. ഞാൻ ഒരുപാട് ആവശ്യിച്ചു അവ എൻ്റേതാവുമെന്ന്. ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. പക്ഷെ അവൾ കൃതിക, അവൾ എൻ്റെ അലാനെ എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തു. നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ബട്ട് ഡാഡ്, ഞാൻ അവനെ ഒരുപാട് മോഹിച്ചു. ടീന, നീ അവന്റെ കാര്യം മറന്നേക്ക്. ഹി മാരീഡ് നൗ. അത് ശരിയാ, അവനിപ്പം കല്യാണം കഴിച്ചു. ബട്ട് അവനെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത അവളെ ഞാൻ വെറുതെ വിടില്ല. ടീന, നീ ആവശ്യമുള്ളതൊന്നും എടുത്തു ചാടി ചെയ്യരുത്. ലെറ്റ് ദം ലീവ് ഇൻ പീസ്, ഓക്കെ? എന്തൊക്കെയായാലും ശരി, അവളെ ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കൂല. ഓ, ഇതാരാ ഈ സമയത്ത്? ഓ, ഈ പാതിരാത്രി എന്താ ഇവള് ഇങ്ങോട്ട് വിളിക്കണേ? ഹലോ, നിനക്ക് എന്താ ഈ രാത്രി വേണ്ടേ? ഐ ലവ് യു. എന്താന്ന്? ഐ ലവ് യൂന്ന്. ഇങ്ങോട്ട് തിരിച്ചൊരു ഐ ലവ് യു പരാമർശേ എങ്കിൽ ഞാൻ വെച്ചിട്ട് സുഖമായിട്ട് ചെന്ന് കിടന്നുറങ്ങും. എന്നിട്ട് നാളെ ശല്യം ചെയ്യുള്ളൂ. പ്ലീസ്, ഐ എം ഓൾറെഡി ഇറിറ്റേറ്റഡ്. എന്നെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യരുത്. വാട്ട് ഹാപ്പൻ ലവ്? ഞാൻ 1500 പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ അങ്ങനെ വിളിക്കരുത്. ഞാൻ ആരുടെ ലവ് അല്ല. ആ, ഞാനും 1500 പ്രാവശ്യം പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നെ അങ്ങനെ വിളിക്കൂ. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഒന്ന് വല്ലം പറയണമെങ്കിൽ പറഞ്ഞിട്ട് വെച്ചിട്ട് പോകുന്നുണ്ടോ? നിന്നെ ഞാൻ ഉത്തരം എപ്പോഴേ പറഞ്ഞതാ. എനിക്ക് നിന്നെ മാത്രം മതി. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞത് എന്നെ വിളിച്ചങ്ങനെ ശല്യം ചെയ്യരുതെന്ന്? ഐ എം നോട്ട് എ പ്രോപ്പർട്ടി ഫോർ യു ടു ഓൺ, ഓക്കെ? ഞാൻ ഓൾറെഡി ഇറിറ്റേറ്റഡാ. എന്നെ ചുമ്മാ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത് പ്ലീസ്. ഐ ബെഗിങ്, പ്ലീസ്. എനിക്ക് നിന്നിൽ താല്പര്യമില്ല. നീ ആരാന്നറിഞ്ഞൂടാ, നിൻ്റെ പേരറിഞ്ഞൂടാ, നിൻ്റെ ഊരറിഞ്ഞൂടാ, നിൻ്റെ മുഖം അറിഞ്ഞൂടാ. പിന്നെ ഞാനങ്ങനെ പറയാനാ? അല്ല, എന്നെ അറിഞ്ഞൂടാതെ നീ എങ്ങനെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു? Don't you know everything is fair in war and love? It's love and war and
നിന്നെ പോലുള്ള സൈക്കോളുടെ അടുത്ത് സംസാരിച്ചത് എൻ്റെ തെറ്റ്. നീ ഫസ്റ്റ് ഫോൺ കോൾ ചെയ്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ നിന്നെ ബ്ലോക്ക് ചെയ്തത് എൻ്റെ തെറ്റ്. ഐ എം സോറി ആൻഡ് ഗുഡ് ബൈ. ഹലോ, റയാൻ കല്ലിങ്ക. Me again. ഓ ഗോഡ്. മാഷേ, ഫോൺ കട്ട് ചെയ്തല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ദ്രോഹിക്കണേ? അല്ല, താനെന്ന് പതിവിലേറെ കലിപ്പിലായോണ്ട് ചോദിക്കുക. എന്തോ പറ്റി? താൻ പൊതുവെ ഇങ്ങനെ റിയാക്ട് ചെയ്യാതെയാണല്ലോ. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? ഓക്കെ, ഞാൻ നാളെ വിളിക്കാം. തൻ്റെ മൂഡ് ഇപ്പം ശരിയല്ല. ഗുഡ് നൈറ്റ്. എല്ലാ കുരിശും എൻ്റെ മണ്ടയ്ക്കാണല്ലോ എൻ്റെ ദൈവമേ. ഓ, അവിടെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഓൾറെഡി ഉള്ള എല്ലാ കുരിശും ചുമന്നതല്ലേ. ഇതേപോലത്തെ ഓരോ സാധനം പ്രേമമാണോ പോലും നേരെ ചൊവ്വേ കണ്ടിട്ട് പോലുമില്ല. ബേബി, ഈശ്വര, ഇവര് അടികൂടുന്നതിൻ്റെ സ്റ്റൈലും മാറ്റിയോ? ഇത്രയും ദിവസം വരെ അവരുടെ ബഹളം രാവിലെ സഹിച്ചാൽ മതി, ഇപ്പോൾ രാത്രിയും സ്വസ്ഥതയില്ലാന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ്റെ റൂമിൻ്റെ അടുത്ത് റൂമായാലും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. അശ്ശേ, ഈ ചെറുക്കൻ ഇവനാ വാതിലൊന്ന് നേരെ പൊട്ടിക്കൂടെ? ഇന്നിന് രാത്രി ഉറക്കം കിട്ടിയാൽ മതിയായിരുന്നു. ഇതെപ്പം നിർത്തുവാവോ? ഷേ, എന്തേലാവട്ടെ, ഇപ്പം തന്നെ സമയം താമസിച്ചു. ഇനി ഇവിടെ നിൽക്കാതെ ചെന്ന് കിടന്ന് ഉറങ്ങാം. ബട്ട് ഇതിൻ്റെ ബഹളത്തിലടിക്ക് ഞാൻ എപ്പോൾ ഉറങ്ങാനാ? ഐഷ്, അമ്മേ, ഒരു ചായ എടുത്തോ? അമ്മേ, അമ്മേ. ആളവിടെ പോയി. സാധാ സൂര്യൻ തലയ്ക്കുമ്പോൾ വിളിച്ചു കഴിഞ്ഞ് അടുക്കളയിൽ കാണാറുള്ളതാണല്ലോ. ഇന്നെനിക്ക് പറ്റി ആരെയും കാണില്ല. അവനും അവളും ആ ബഹളത്തിൻ്റെ കിണറ്റിൽ ഉറങ്ങിയെന്നെങ്കിലും പറയും. അച്ഛനും അമ്മ എവിടെയാ? ഇനിയമ്മാൻ അച്ഛനമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അതിൻ്റെ ക്ഷണത്തിലാണ് ഉറങ്ങുന്നത്. പക്ഷേ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്നസെൻ്റായിട്ട്. എന്നാൽ 12 മണിയായിട്ട് ഇവിടെ ആരും കാണാത്തതാണ്. ഇനി ഒരു ചായക്ക് എന്തേ ഇട്ട് കുടിക്കാം, അല്ലാണ്ടെന്ത്.